ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ക്രൈം ത്രില്ലർ സിനിമകളിൽ കാണുന്ന ക്ലൈമാക്സ് പോലെ ഏറെ നാടകീയമായ രംഗങ്ങളാണ് എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിൽ, ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിൽ ഇന്ന് രാവിലെ 11:30 സംഭവിച്ചത്. അതായത് ഈ നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ നാടകീയമായ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കോടതി സമുച്ചയമാണിത്. 2017 ഫെബ്രുവരി 23 അന്ന് പൾസർ സുനി ഈ കേസിലെ, അതായത് ഈ നടിയാക്രമണ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ഈ കോടതിയിലെത്തിയാണ് കീഴടങ്ങാൻ വരുന്നത്. ഇവിടെ വെച്ച് പോലീസ് സംഘം അതിസാഹസ്യമായി പൾസർ സുനിയെ കീഴ്പ്പെടുത്തുന്നു. അതിനുശേഷമാണ് ഈ കേസിൽ ദിലീപിലേക്ക് അന്വേഷണം എത്തുന്നത്. ദിലീപാണ് ഈ കേസിലെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ, കൊട്ടേഷന് പിന്നിൽ, കൂട്ടബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയതെന്ന് ദിലീപിനെതിരായിട്ടുള്ള മൊഴികൾ ഉൾപ്പെടെ പുറത്തു വരുന്നു. ഇന്ന് രാവിലെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നടിയാക്രമണ കേസിന്റെ വിധി വന്ന ശേഷം സിനിമാ സ്റ്റൈലിൽ ദിലീപും അഭിഭാഷകരും ഇറങ്ങി വന്നൊരു കാഴ്ചയുണ്ട്. അതായത് 7.5 വർഷത്തിലധികം നീണ്ട വിചാരണയ്ക്ക് ശേഷം ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെടുമ്പോൾ പല സംശയങ്ങളും ഇപ്പോഴും ഉയരുന്നു, പല ആരോപണങ്ങളും നിലനിൽക്കുന്നു. ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്ന പല വാദങ്ങളും ഉയർത്തുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ 8.5 വർഷത്തിലധികം എന്താണ് നടിയാക്രമണ കേസിൽ സംഭവിച്ചത്? അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കേസ്, രാജ്യത്ത് തന്നെ നടുക്കിയ നടിയാക്രമണ കേസ്, കൂട്ടബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകിയ അത്യപൂർവമായൊരു സംഭവം. അവിടെ ഇരയും പ്രതിയുമാകപ്പെട്ടത് ചലച്ചിത്ര താരങ്ങൾ. അങ്ങനെ നിരവധി പ്രത്യേകത ഉണ്ടായിരുന്നൊരു കേസാണ്. ഒടുവിൽ 8.5 വർഷത്തിന് ശേഷം വിധി വരുമ്പോൾ ദിലീപ് കുറ്റക്കാരനാകുന്നു, ദിലീപ് കുറ്റവിമുക്തനാകുന്നു. കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത 6 പേർ, പൾസർ സുനി ഉൾപ്പെടെയുള്ള 6 പേർ കുറ്റക്കാരെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ്. അവർക്കുള്ള ശിക്ഷ, ഈ പ്രതികൾക്കുള്ള ശിക്ഷ ഈ മാസം 12-ാം തീയതി വിധിക്കും. ഈ സംഭവത്തിന് ശേഷം, വിധിക്ക് ശേഷം പുറത്തിറങ്ങിയ ദിലീപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തനിക്കെതിരെയാണ് യഥാർത്ഥത്തിൽ ഗൂഢാലോചന നടന്നത്. അതിൽ ദിലീപ് വിരൽ ചൂണ്ടുന്നത് ആദ്യ ഭാര്യയായിട്ടുള്ള മഞ്ജു വാര്യലിലേക്കാണ്. ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞിടത്തുനിന്നാണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത്. അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനൊരു നടപടി ഉണ്ടാക്കിയത്. അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെനഞ്ഞെടുക്കുകയാണ് ചെയ്തത്. യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തില്
എന്റെ കരിയർ, എന്റെ ഇമേജ്, എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ചെയ്ത. പക്ഷേ ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 9 വർഷം പറഞ്ഞല്ല കേട്ടോ, ഞാനൊന്ന് 1 പ്രാവശ്യം ഇന്ന് എനിക്ക് എന്റെ കൂടെ നിന്ന് എല്ലാ കുടുംബാംഗങ്ങളോടും, എന്റെ സുഹൃത്തുക്കളും അവരുടെ കുടുംബങ്ങളോടും, അതുപോലെ എനിക്ക് വേണ്ടി കാണാത്ത കേൾക്കാത്ത ആളുകൾ ഒരുപാട് പേര്, കോടിക്കണക്കിന് ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ ഈ 9 വർഷത്തോളം എനിക്ക് വേണ്ടി അഹോരാത്രം എനിക്ക് വേണ്ടി അത് ആത്മാർത്ഥമായിട്ട് ഡിഫെൻഡ് ചെയ്ത എന്റെ പ്രിയപ്പെട്ട ലോയേഴ്സ്, അതില് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രാമൻപിള്ള സാർ, അദ്ദേഹത്തിന് ഞാൻ എന്റെ ജീവിതം കടപ്പാട് ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. അതുപോലെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള സുജേഷ് മേനോൻ, പിന്നെ എന്റെ കോളേജ് മേറ്റ്, എന്റെ സീനിയർ ആയിരുന്ന ഫിലിപ്പ് ടി വർഗീസ്, അദ്ദേഹത്തിന്റെ അസോസിയേറ്റ്സ് ശുഭ, നിത്യ തുടങ്ങിയ മറ്റുള്ള ജൂനിയേഴ്സ്, അതുപോലെ സുപ്രീം കോടതിയിലെ മോൾ റോത്തഗി സാർ, രഞ്ജിത റോത്തഗി, പ്രഖ്യാമം വംശി തുടങ്ങിയ മറ്റുള്ള ലോയേഴ്സ്, എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നു. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്ത് ഈ 9 വർഷക്കാലത്തോളം ജീവിപ്പിച്ച, എന്നെ അത്രയും സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അവരുടെ പേരെടുത്ത് പറഞ്ഞാൽ തീരില്ല. അവര് വിവിധ മേഖലയിലുള്ള ആളുകളാണ്. അവരോടെല്ലാം ഈ നിമിഷത്തിൽ ഞാൻ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ്. എല്ലാവരോടും ഒരുപാട് ഒരുപാട് സന്തോഷം. ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ആരാണ് ഗൂഢാലോചനയ്ക്ക് പിന്നിൽ? ആരാണ് ഗൂഢാലോചന? ദിലീപ് മഞ്ജു വാര്യർക്കെതിരെ മാത്രമല്ല പോലീസിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ചുകൊണ്ട് തനിക്കെതിരെ കള്ളക്കഥ മെനഞ്ഞുണ്ടാക്കിയെന്നാണ് ദിലീപിന്റെ ആരോപണം. ഈ കേസിൽ വിധി വന്ന ശേഷം സർക്കാരിന്റെ തീരുമാനം, പ്രോസിക്യൂഷന്റെ തീരുമാനം, വിധിയിൽ അപ്പീൽ നൽകാനാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനയ്ക്ക് ശേഷമാകും തുടർ തീരുമാനം ഉണ്ടാവുക. ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, പൊതുവെ കേരളത്തിലെ ഒരു പൊതുസമൂഹം ചിന്തിച്ചൊരു വിധിയല്ല ഇത്. കാരണം ദിലീപ് കുറ്റക്കാരനാകും, അങ്ങനെ ആകണമെന്നൊക്കെ വിധിച്ചവരുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചവരുണ്ട്, അങ്ങനെ ആഗ്രഹിച്ചവരുണ്ട്. ഒരു പക്ഷേ അതിനുശേഷമുള്ള, ഈ വിധിക്ക് ശേഷമുള്ള ചില ചലച്ചിത്ര താരങ്ങളുടെ, വനിതാ ആക്ടിവിസ്റ്റുകളുടെയൊക്കെ ഫേസ്ബുക്ക് പ്രതികരണങ്ങളിൽ നിന്നും, ഫേസ്ബുക്കുകളിൽ നിന്നും അതോടൊപ്പം പൊതുവായിട്ടുള്ള പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇരയ്ക്ക് നീതി കിട്ടിയില്ല എന്നാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സമൂഹം ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നത്? കാരണം ഈ വിധി വന്ന ശേഷം, കോടതി ഇത്തരമൊരു വിധി കൽപ്പിച്ച ശേഷം എന്തുകൊണ്ടായിരിക്കും ആളുകൾ അങ്ങനെ കരുതുന്നത്? ടോം, ഇതിൽ പുറത്തുനിന്ന് നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണ്, പുറത്തുനിന്ന് നമുക്ക് എങ്ങനെ നോക്കിയും കാര്യങ്ങൾ പറയാം, പൊതുവിൽ വിലയിരുത്തലാകാം, വിമർശനങ്ങളാകാം, അല്ലെങ്കിൽ പുറമേ നിന്നുകൊണ്ട് വിധിപ്രസ്താവം അടക്കം നടക്കാം. പക്ഷേ കോടതിക്കകത്തേക്ക് വരുമ്പോൾ ഇതങ്ങനെയൊന്നുമല്ല. കോടതിക്കകത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ തെളിവുകളും അതിൻ്റെ എല്ലാ മെറിറ്റിലും പരിശോധിച്ച ശേഷം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെല്ലാവരും പറയുന്നത് നീതിന്യായ കോടതികളാണ് അതിൻ്റെ ഒരു അവസാന വാക്ക് എന്ന് പറയുന്നത്.